പാലക്കാട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ സൗകര്യം വർദ്ധിപ്പിക്കാത്തതിനു പിന്നിൽ സ്വകാര്യ ആശുപത്രികളുടെ താൽപര്യമെന്ന് ദളിത് ഗോത്രസഭാ നേതാവ് എൻ കരിങ്കരപ്പുള്ളി. നിയമന മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമെന്നും എൻ കരിങ്കരപ്പുള്ളി പറഞ്ഞു. മെഡിക്കൽ കോളേജിലെ ചികിത്സാ സൗകര്യം വർദ്ധിപ്പിക്കുക, ഒഴിവുകളിൽ പിന്നോക്ക വിഭാഗക്കാരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദളിത് ഗോത്ര മഹാസഭ കളക്ട്രേറ്റിന് മുമ്പിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതിവർഗ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന പിന്നോക്കക്കാർ പുറത്താക്കപ്പെടുന്ന സ്ഥിതിയാണ്. ജില്ലാ പഞ്ചായത്തിന് കീഴിൽ പരിശീലനം നേടിയവരെയും കോവിഡ് കാലത്ത് ജീവൻ പണയം വെച്ച് പണിയെടുത്തവരെയും തഴയുകയാണ്. പിന്നോക്ക വിഭാഗക്കാരെ നിയമിക്കേണ്ട ഒഴിവുകളിൽ വ്യാപക ക്രമക്കേട് നടക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മാത്രമാണ് മെഡിക്കൽ കോളേജിനെ കുറിച്ച് സർക്കാർ മിണ്ടുന്നതെന്നും പറഞ്ഞു. കെ ഹരിദാസ്, എ വിനോദ് എന്നിവർ സംസാരിച്ചു. ഇവിടെ പാലക്കാട് ജില്ല മുഴുവനും ബാനറുകളും ബോർഡുകളും വെച്ച് അതിന്റെ അവകാശം നേടുന്നതിന് വേണ്ടിയുള്ള കുപ്രചാര പ്രചരണങ്ങളൊക്കെ നടത്തിയ ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല. എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആ 20 മാസക്കാലം ശക്തമായ സമരം ചെയ്ത് ആ സമരത്തിന്റെ സമര നായകനായി നിലകൊണ്ട ഒരു വ്യക്തിയാണ് ഞാനും. അങ്ങനെ നേടിയെടുത്ത ആ സമരത്തിലൂടെ കിട്ടിയ ഈ മെഡിക്കൽ കോളേജ് ജനകീയമായി വരേണ്ട ഒരു മെഡിക്കൽ കോളേജാണ്. പൊതു ഫണ്ടിൽ നിന്ന് വരേണ്ട ഒരു മെഡിക്കൽ കോളേജാണ്. ആ പൊതു ഫണ്ടിൽ നിന്ന് വരേണ്ട ഈ മെഡിക്കൽ കോളേജ് അന്ന് സർക്കാർ അതിന് ഉതകുന്ന സമ്പത്തില്ല, സാമ്പത്തികമായ ശേഷിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പട്ടികജാതിക്കാരുടെ വികസന ഫണ്ടിൽ നിന്നും ഈ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുവാനുള്ള പ്രഖ്യാപനമാണ് ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രിയായ ശ്രീമാൻ ഉമ്മൻചാണ്ടിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.